കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 25 ചൊവ്വാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഓൺലൈനായി അവയവദാന രജിസ്ട്രേഷൻ സംവിധാനം ആരംഭിച്ച് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം. റോയൽ മെഡിക്കൽ സർവീസ്, ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി എന്നിവയുമായി സഹകരിച്ച് bahrain.bh എന്ന പോർട്ടലിലാണ് രജിസ്ട്രേഷൻ സൗകര്യമൊരുക്കിയത്. ഇത് പൗരന്മാർക്കും മറ്റ് താമസക്കാർക്കും അവരുടെ ജീവിതകാലത്ത് തന്നെ അവയവദാതാക്കളായി രജിസ്റ്റർ ചെയ്യാനോ മരണശേഷം ദാനം ചെയ്യണമെന്ന പ്രതിജ്ഞയെടുക്കാനോ സാധിക്കും. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിലും മാനുഷിക മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും പുതിയ സംവിധാനം സഹായിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻറ്റ് അൽ സയ്യിദ് ജവാദ് ഹസൻ വ്യക്തമാക്കി. സാധുവായ ഒരു വ്യക്തിഗത ID ഉപയോഗിച്ച് കുറഞ്ഞത് 21 വയസ്സുള്ള പൂർണ്ണ നിയമപരമായ ശേഷിയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നതിനായി ഉപയോക്താക്കൾ കീ സിസ്റ്റം വഴി ലോഗിൻ ചെയ്യുകയും അവരുടെ വിശദാംശങ്ങൾ നൽകുകയും വേണം. ശേഷം ഭാഗിക, കരൾ, വൃക്ക, മജ്ജ, ഹൃദയം, ശ്വാസകോശം, കുടൽ, പാൻക്രിയാറ്റിക് ടിഷ്യൂ, കോർണിയ എന്നിവയുൾപ്പെടെ ദാനത്തിനായി ഉദ്ദേശിക്കുന്ന അവയവങ്ങൾ തിരഞ്ഞെടുക്കണം. ഉപയോക്താക്കൾക്ക് അവരുടെ അപേക്ഷ നില പരിശോധിക്കാനും രജിസ്ട്രേഷൻ ഓൺലൈനായി റദ്ദാക്കാനും പുതിയ സംവിധാനത്തിലൂടെ കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് 80008001 എന്ന നമ്പറിൽ സർക്കാർ സേവന കോൾ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈനിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സർവീസുകളിൽ മാറ്റം പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ചുള്ള വിവരം ട്രാവൽ ഏജന്റുമാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകി. ഇതുപ്രകാരം നിലവിൽ ആഴ്ചയിൽ 4 ദിവസം മാത്രം സർവീസുള്ള ബഹ്റൈൻ കോഴിക്കോട് റൂട്ടിൽ മാർച്ച് 30 മുതൽ സമ്മർ സീസൺ അവസാനിക്കുന്നതുവരേക്കും ആഴ്ചയിൽ 6 ദിവസവും വിമാന സർവീസ് ഉണ്ടായിരിക്കും. അതേസമയം നിലവിൽ ആഴ്ചയിൽ 6 സർവീസുകൾ നടത്തുന്ന ബഹ്റൈൻ കൊച്ചി റൂട്ടിൽ മാർച്ച് 30 മുതൽ ആഴ്ചയിൽ 4 ദിവസമേ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമുണ്ടാകൂ. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ ബുധൻ, ശനി ദിവസങ്ങളിൽ ഉള്ള സർവീസുകൾ മാർച്ച് 5 മുതൽ 15 വരെ ഉണ്ടാകുന്നതല്ല. അതിനുശേഷം തിരുവനന്തപുരം സർവീസുകൾ ബുധൻ, ശനി ദിവസങ്ങളിൽ പുനരാരംഭിക്കും. ഇതുകൂടാതെ ഡൽഹിയിലേക്ക് നേരിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും പറക്കുന്ന ഫ്ലൈറ്റുകൾ മാർച്ച് 30 മുതൽ ഒക്ടോബർ വരെ ആഴ്ചയിൽ 5 കുറച്ചിട്ടുണ്ട്. പ്രവാസികളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചൂഷണം ചെയ്ത് നിയമവിരുദ്ധ പണമിടപാടുകൾ നടത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ ഷാഫി പറമ്പിൽ MP-ക്ക് പലിശവിരുദ്ധ സമിതി നിവേദനം നൽകി. പലിശവിരുദ്ധ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച ഷാഫി പറമ്പിൽ MP നാട്ടിൽ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹകരണങ്ങളും സഹായാവശ്യങ്ങളും നൽകാമെന്ന് പലിശവിരുദ്ധ സമിതിക്ക് ഉറപ്പു നൽകി. പലിശവിരുദ്ധ സമിതി ചെയർമാൻ ജമാൽ ഇരിങ്ങലിനോടൊപ്പം സെക്രട്ടറി ദീജീഷ് ദാമോദരൻ, കൺവീനർ യോഗാനന്ദ് കശ്മക്കണ്ടി, വൈസ് ചെയർമാൻമാരായ നാസർ മഞ്ചേരി, അഷ്കർ പൂഴിത്തല, മീഡിയ സെക്രട്ടറി ബദറുദ്ദീൻ പൂവാർ, ഉപദേശക സമിതി അംഗം ബിനു കുന്നന്താനം, നിസാർ കുന്നംകുളത്തിൽ, റംഷാദ് ആയിലക്കാട് എന്നിവരും സന്നിഹിതരായിരുന്നു. ഷാഫി പറമ്പിൽ MP ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ സന്ദർശിച്ചു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ്, സഹവികാരി റവറൻ ഫാദർ തോമസ് കുട്ടി PN, ഇടവക ട്രസ്റ്റി സജി ജോർജ്, ഇടവക സെക്രട്ടറി ബിനു M ഈപ്പൻ, ഇടവക ഭാരവാഹികൾ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ ഷാഫി പറമ്പിൽ MP-യുമായി ICF ബഹ്റൈൻ നാഷണൽ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. കാലങ്ങളായി പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ സത്വര ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതോടൊപ്പം പ്രവാസി പുനരധിവാസ പദ്ധതികൾ കാര്യക്ഷമമാക്കുന്നതിനായി സജീവ ഇടപെടലുകൾ ഉണ്ടാവുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി കൊടുവള്ളി, ജനറൽ സെക്രട്ടറി ഷാനവാസ് മദിനി, എക്കണോമിക് സെക്രട്ടറി CH അഷ്റഫ്, അബ്ദുൽ സലാം പെരുവയൽ എന്നിവരടങ്ങിയ സംഘമാണ് MP-യെ സന്ദർശിച്ചത്. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. അൽഫുർഖാൻ സെൻട്രൽ മദ്രസ ആനുവൽ ഡേ സംഘടിപ്പിച്ചു. KMCC ബഹ്റൈൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ ചെമ്പൻ ജലാൽ, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹംസ മേപ്പാടി എന്നിവർ ആശംസകൾ നേർന്ന പരിപാടിയിൽ അൽഫുർഖാൻ സെന്റർ മലയാളം വിഭാഗം പ്രസിഡന്റ് സൈഫുല്ല ഖാസിം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുഹൈൽ മേലടി സ്വാഗതവും ബഷീർ മാത്തോട്ടം നന്ദിയും പറഞ്ഞു. അധ്യാപകരായ ആരിഫ അബ്ദുല്ല, ബിനു റഹ്മാൻ, ഈഷ മറിയം, സമീര പി, ഹൈഫ അഷ്റഫ്, റജിന അബ്ബാസ്, സജില മുബാറക്, സാജിദ അബ്ദുൽ കരീം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മനാഫ് കബീർ, അനൂപ് റഹ്മാൻ തിരൂർ, ഇല്യാസ് കക്കയം, യൂസുഫ് KP, മുഹമ്മദ് ഷാനിദ് V, ഹിഷാം K അഹമ്മദ്, ഫാറൂഖ് മാട്ടൂൽ, ഇക്ബാൽ തളിപ്പറമ്പ്, ഹവാ സാലിഹ്, മുസ്ഫിർ മൂസ, ബാസിദ് അനാറത്ത്, മുബാരക് VK, ആരിഫ് അഹമ്മദ്, സബീല യൂസുഫ് തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ നടത്തുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി മുഹറക്കേരിയ ദാറുൽ ഈമാൻ മദ്രസയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സ്നേഹസംഗമം ശ്രദ്ധേയമായി. കുടുംബത്തോടൊപ്പം റമദാനെ വരവേൽക്കാം എന്ന വിഷയത്തിൽ യുവപണ്ഡിതൻ യൂനുസ് സലീം പ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് അബ്ദുൾ റൌഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജലീൽ സ്വാഗതം ആശംസിച്ചു. ഉമർ ഷാക്കീബ് ഖുറാനിൽ നിന്നും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി സലാഹുദ്ദീൻ നന്ദി പറഞ്ഞു. ഷാഖിർ, ഇജാസ്, ജസീം, ഷക്കീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹ്റൈനിലെ അടൂർ നിവാസികളുടെ സൗഹൃദ കൂട്ടായ്മയായി 2005 പ്രവർത്തനം ആരംഭിച്ച് 20 വർഷം പിന്നിടുന്ന ഫ്രണ്ട്സ് ഓഫ് അടൂരിന്റെ 2025 വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. സൽമാനിയ സീറോ മലബാർ സൊസൈറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ബിനു രാജ് തരകൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിജു മോൻ PY സ്വാഗതം പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വച്ച് സാമൂഹിക പ്രവർത്തകനായ ബിന്നി സക്രിയയെ ആദരിച്ചു. കൂട്ടായ്മയുടെ മുൻ പ്രസിഡന്റ് അനു K വർഗീസിനും കുടുംബത്തിനും പരിപാടിയിൽ യാത്രയയപ്പും നൽകി. യോഗത്തോടനുബന്ധിച്ച് ലേഡീസ് വിങ്ങിന്റെ പുതിയ കമ്മിറ്റി രൂപീകരിച്ച് കൺവീനറായി ശ്രീവിദ്യ മധുകുമാറിനെയും ജോയിന്റ് കൺവീനറായി റീന മാത്യു തുടങ്ങി 7 അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ട്രഷറർ സുഭാഷ് തോമസ് നന്ദി രേഖപ്പെടുത്തി. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്റർ ജുബിൻ ചെങ്ങന്നൂർ, സബ് കോർഡിനേറ്റർമാരായി ഹരീഷ് ചെങ്ങന്നൂർ, ആതിര പ്രശാന്ത് എന്നിവരുടെ നിയന്ത്രണത്തിൽ സനദിലുള്ള ഹോം ഓഫ് ബാഡ്മിന്റൺ കോർട്ടിൽ ഡബിൾസ് ഇനത്തിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ 8 പുരുഷ ടീമുകൾ പങ്കെടുത്തു. ആവേശകരമായ മത്സരത്തിൽ ഹിമാൽ തമാങ്, കാളിറാം മഹറ്റോ എന്നിവർ 1ാം സ്ഥാനവും അഫ്സൽ അഷ്റഫ്, സായുജ് കൃഷ്ണ എന്നിവർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനടി, ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട്, ട്രഷറർ അജിത് എടത്വ, രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു.